ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാണ്. അപ്പൊ ഇന്ന് മീൻ മേടിച്ചില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെള്ളരിക്കയും തക്കാളിയും വെച്ച് ചോറിനൊരു അടിപൊളി കറി ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത്. സക്സസ് ആവൂന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അമ്മുവിനോട് ചോദിക്കാം. അപ്പൊ വാ ഗൈസ്, നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ഒരു പാത്രത്തില് കുറച്ച് വെള്ളരിക്ക, ഒരു അരമുറി വെള്ളരിക്ക എടുത്ത് നല്ലോണം കട്ട് ചെയ്ത് വേകാനായിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് വേകാനായിട്ട് അടുപ്പിലോട്ട് വെച്ചു. ഇതിലോട്ട് നമ്മൾ കുറച്ച് 2 തക്കാളി ഞാൻ അരിഞ്ഞ് ചേർക്കുക ഈ കറിയിലോട്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ തക്കാളിയിലോട്ട് കാണിക്കും. ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പും ചേർത്തു. അല്പം മഞ്ഞപ്പൊടിയും ചേർക്കുന്നു. നമുക്കിനി ഒരു 10 മിനിറ്റ് ഇത് വേവാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഗൈസ്, അപ്പൊ തക്കാളിയും വെള്ളരിക്കയും നല്ലോണം വാടി നല്ലോണം വെന്ത്, അപ്പൊ അതിലോട്ട് നമ്മൾ അരപ്പ് ചേർക്കുക. അരപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്നറിയാമോ? തേങ്ങ, പിന്നെ ഇച്ചിരി ജീരകം, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി, അത്രയിട്ട് നമ്മൾ ഒരു അരപ്പ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുക. ഗൈസ്, അപ്പൊ അരപ്പ് നല്ലോണം ചേർത്തു. പിന്നെ പച്ചമുളക്, 2 പച്ചമുളകും കൂടെ ഞാനിപ്പോ ആഡ് ചെയ്തു. പിന്നെ ഇത് നല്ലോണം ഇപ്പൊ പതഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇത് തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇപ്പം നല്ല പ്രോപ്പറായിട്ട് ചൂടായി. അപ്പൊ ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഗൈസ്, അപ്പൊ കറി റെഡിയായി. അപ്പൊ നമ്മൾ അതില് ആ കറി ഒന്ന് താളിച്ചെടുക്കാൻ പോവാ. അപ്പൊ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? കുറച്ച് കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് താളിക്കാനായിട്ട്. കടുകിട്ട് പൊട്ടിച്ചു. ഇനി നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളപ്പോ ഇത് ഈ കറിയിലോട്ട് ആഡ് ചെയ്യുക. അമ്മുക്കുട്ടി, കറി എങ്ങനുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്യുക. എങ്ങനുണ്ടെന്ന് പറയണേ, അഭിപ്രായം. എരിയുണ്ടോ? ഇല്ല. ഉപ്പുണ്ടോ? ആ, ശരി. അപ്പൊ ഗൈസ്, നമ്മൾ വെറും 20 മിനിറ്റ് കൊണ്ട് കറിയൊന്നും ഇല്ലാത്തപ്പോ സ്വാദിഷ്ടമായ ഒരു കറി, നല്ല ഹെൽത്തി ആയിട്ടുള്ള തക്കാളിയും വെള്ളരിക്ക ഉപയോഗിച്ചുള്ള ഒരു കറി നമ്മൾ തയ്യാറാക്കി. അപ്പം നല്ല ടേസ്റ്റി ഇതാണ്. ഇത് ഒരു കറി മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.